മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ തീർത്ഥവാദ മണ്ഡപത്തിൽ ഒരു ക്ലാസ് ഉണ്ടായി. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനവധി അനുഭവങ്ങളും അതുപോലെ തന്നെ സഹകരണവുമെല്ലാം ഉണ്ടായ ഒരു പ്രഭാഷണ പരമ്പരയാണ് തീർത്ഥവാദ മണ്ഡപത്തിൽ നടക്കാറുള്ളത്. യഥാർത്ഥത്തിൽ 1997 ജൂലൈ മാസം 18-ാം തീയതി, ഇത് 2017 ജൂലൈ 18-ആണ്. 1997 17 ജൂലൈ 18-ാം തീയതി ആദ്യം തീർത്ഥവാദ മണ്ഡപത്തിൽ ക്ലാസ് തുടങ്ങി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് 1999 നവംബർ അവസാനത്തിലാണ് ജന്മം കൊണ്ടത്, രജിസ്ട്രേഷൻ നടന്നത്. അതിനു മുമ്പ് തന്നെ തീർത്ഥവാദ മണ്ഡപത്തിൽ ക്ലാസ് ഉണ്ട്. ഇന്ന് ജൂലൈ 18, 2017, 20 വർഷമായി മുടങ്ങാതെ നടക്കുന്ന ഒരു മഹായജ്ഞമാണത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് മറ്റൊരു മഹായജ്ഞമുണ്ട്. ശരിക്ക് 584 ആഴ്ചകളായിട്ട് വ്യാഴാഴ്ച ദിവസം തേഴ്സ്ഡേ മെസ്സേജ് എല്ലാവർക്കും അയക്കാറുണ്ട് മുടങ്ങാതെ. പണ്ട് കറക്റ്റ് വ്യാഴാഴ്ച തന്നെ പോയിരുന്നു. ഇപ്പോ ചില വ്യാഴാഴ്ചകളിൽ, ഒരു 5-6 വ്യാഴാഴ്ചകളിൽ ഒന്നുകിൽ നേരത്തെ അയക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസം അയക്കും. കാരണം യാത്രക്കിടയിൽ അയക്കാൻ സൗകര്യമില്ല എന്ന് വരുമ്പോൾ മാത്രമാണ് അങ്ങനെ ചെയ്യാം. മുടങ്ങാതെ അത് പോകുന്നുണ്ട്. ഇന്നലെ ഞാൻ അവിടെ പറയുകയും ചെയ്തു. ധാരാളം പേർക്ക് അത്ഭുതകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു 20 വർഷം മുടങ്ങാതെ ക്ലാസ് എടുക്കുക. പലപ്പോഴും നല്ല മഴയുള്ളപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് ആരും ഉണ്ടാവില്ല എന്ന്. എങ്കിലും ഒരു 450 പേരുണ്ടാവും. ഇന്നലെ കുറേ അധികം വ്യക്തികൾ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പ്രധാനമന്ത്രിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് സഹകരിച്ചിട്ട് ഒരു വലിയ കാര്യം ചെയ്യുന്നുണ്ട്. വലിയ കാര്യം എന്ന് പറയുന്നത് സമൂഹത്തിലെ ആൾക്കാർ പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ പൈതൃകത്തിലെ ചില കാര്യങ്ങൾ, ഇപ്പോൾ വിദുരോപദേശം, ഭർതൃഹരിയുടെ ഉപദേശ ശതകം, ഭരതോപദേശം, ലക്ഷ്മണോപദേശം, വിവേകാനന്ദന്റെ സന്ദേശങ്ങൾ, ഇങ്ങനെ രാമായണത്തിലെ സന്ദേശങ്ങൾ, മഹാഭാരതത്തിലെ സന്ദേശങ്ങൾ, ഇതെല്ലാം ചേർത്ത് A4 സൈസിലെ 1-2 ബ്രോഷറുകൾ അടിച്ചിറക്കാറുണ്ട്. ആദ്യത്തെ ബാച്ചിൽ 35 ഷീറ്റ് അടിച്ചിറക്കി സ്റ്റാപ്പിൾ ചെയ്തു. ഇപ്പോ 25 ഷീറ്റുകൾ അടിച്ച് അത് സ്റ്റാപ്പിൾ ചെയ്തു. ഇന്നലത്തെ തീർത്ഥവാദ മണ്ഡപത്തിലെ ലെക്ചറിലും മിനിഞ്ഞാന്ന് NSS കരയോഗത്തിലെ ലെക്ചറും ഉണ്ടായിരുന്നു. ഏതാണ്ട് കൊണ്ടുപോയ ഷീറ്റുകൾ മുഴുവനും തീർന്നു. ശരിക്കും വിദുരോപദേശം ഒരു പുസ്തകം വാങ്ങിക്കുകയാണെങ്കിൽ 120 രൂപയാവും. പക്ഷെ അതിലെ പ്രധാന കണ്ടന്റ് മുഴുവനും ഈ 2 ഷീറ്റുകളിലുണ്ട്. ഇതിന് 3 രൂപയാവുള്ളൂ. അങ്ങനെ സ്റ്റാപ്പിൾ ചെയ്തതിന് പ്രിന്റിംഗ് ചാർജ് മേടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ പ്രഭാഷണം കേൾക്കാൻ വരുന്നവര് അസാധാരണമായ സ്നേഹബഹുമാനാദികളോടുകൂടിയാണ് അത് സ്വീകരിക്കാറുള്ളത്. ഒരിക്കലും 400 വ്യക്തികളിൽ താഴ്ന്നിട്ടില്ല. അഡ്വർടൈസ്മെന്റ് ഒന്നും നമ്മൾ കൊടുക്കാറില്ല. SMS കൊടുക്കും. ചിലപ്പോൾ മാതൃഭൂമിയിൽ ഇന്നത്തെ എൻഗേജ്മെന്റിൽ വരും. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, നമുക്കൊരു വീട് പണിയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആ പണിത വീട് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നിലനിർത്തുക എന്നുള്ളത് അനവധി കാലം കൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കേണ്ട കാര്യമാണ്. ഒരു സ്ഥാപനം ഉണ്ടാക്കുക ബുദ്ധിമുട്ടുള്ളതല്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാം, ഒരു പ്രസ്ഥാനം തുടങ്ങുക, അതൊന്നും ബുദ്ധിമുട്ടില്ല. 10-40 പേര് വരും.
നമ്മൾ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോലും 40-40 പേര് വരും. ഒരു കമ്മിറ്റി ഉണ്ടാക്കാം, പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ ആ സ്ഥാപനമായാലും പ്രസ്ഥാനമായാലും ഒരു പരിപാടിയാണെങ്കിലും അത് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടുപോവുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യം സഹകരിച്ചവര് ഒന്നും ഉണ്ടായിന്ന് വരില്ല. മാത്രമല്ല, തുടങ്ങി മുമ്പോട്ട് പോകാൻ തുടങ്ങുമ്പോൾ കുറേ പേര് പുച്ഛിക്കും, പിന്നെ കുറേ പേര് എതിർക്കും, പിന്നെ കുറച്ച് പേര് കൂടെ ഉണ്ടാവും. അവര് തന്നെ പല കാരണം പറഞ്ഞ് പിരിഞ്ഞു പോകും. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അങ്ങനെയുള്ളത് ഉണ്ടായിട്ടില്ല. ആദ്യകാലങ്ങളിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം അതിൽ നമുക്ക് കൂടുതൽ വികസിച്ച് കുറേ കൂടി വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പലപ്പോഴും തടസ്സം വരുമ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് തുടങ്ങിയപ്പോൾ കുറേ RSSകാരും അതുപോലെ വിചാരകേന്ദ്ര പ്രവർത്തകരും എതിർത്തിരുന്നു. ആ എതിർപ്പ് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഒരിക്കലും നെഗറ്റീവായിരുന്നില്ല, ഡിസ്ട്രക്റ്റീവ് എതിർപ്പായിരുന്നില്ല, കൺസ്ട്രക്റ്റീവ് എതിർപ്പായിരുന്നു. എന്തിനാ പുറത്തു പോയിട്ട് ഒരു സംഘടന തുടങ്ങുന്നത്, ഇതിനകത്ത് തന്നെ നമുക്ക് തുടങ്ങിക്കൂടെ എന്നുള്ളതായിരുന്നു. ഏതായാലും അങ്ങനെയുള്ള വെല്ലുവിളികളും വിമർശനങ്ങളും എതിർപ്പുകളും ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒത്തിരി അനുഗ്രഹമായിരുന്നു. ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് സയന്റിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും 147 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധിക്കുകയും CD-കളും പെൻഡ്രൈവുകളും എല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിന് എല്ലാത്തിനും സപ്പോർട്ട് ഈ തീർത്ഥവാദ മണ്ഡപത്തിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രഭാഷണങ്ങളാണ്. ഈ അടുത്ത കാലത്ത് 2-3 വർഷമായിട്ട് എല്ലാ പ്രഭാഷണങ്ങൾക്കും പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്തിട്ടാണ് ക്ലാസ് എടുക്കുക. 100-200 പേരെങ്കിലും വേദം പഠിക്കാനായിട്ട് വരാറുമുണ്ട്, വേദത്തിന്റെ ക്ലാസ് എടുക്കാറുണ്ട്. അങ്ങനെ ധാരാളം ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് തീർത്ഥവാദ മണ്ഡപത്തിലെ ക്ലാസ്സുകൾ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെമ്പാടും കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തും ക്ലാസ് എടുക്കാൻ ആവേശം നൽകിയതും തീർത്ഥവാദ മണ്ഡപത്തിലെ ക്ലാസ്സുകളാണ്. എപ്പോഴും ഈ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നവരും CD-കൾ വാങ്ങിക്കുന്നവരും അത് വീട്ടിൽ കൊണ്ടുപോയി കോപ്പിയെടുത്ത് പ്രചരിപ്പിക്കുന്നവരും ഇന്റർനെറ്റ് വഴിക്കും ഇമെയിൽ വഴിക്കും വാട്സപ്പ് വഴിക്കും പ്രചരിപ്പിക്കുന്നവരുടെയും എണ്ണം ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. തീർത്ഥവാദ മണ്ഡപത്തിലെ പ്രഭാഷണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വാക്കിനെയാണ് ഒരു 1.5 മണിക്കൂർ ക്ലാസ്സാക്കി മാറ്റുക. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരു വിഷയമാണ് 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ക്ലാസ്സാക്കുക. ഇവിടെ ഉത്തിഷ്ഠത എന്നൊരു വാക്ക്, അതിനെ ആയിരിക്കും ചിലപ്പോൾ ഒരു ദിവസത്തെ ക്ലാസ് ആയിട്ട് 1.5 മണിക്കൂർ ക്ലാസ് ആയിട്ട് എടുക്കാം. ആ വാക്കില് ആ വിഷയത്തിൽ അത്യഗാധമായിട്ട് പോകുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വ്യക്തികളാണ് അവിടെ ഉള്ളത്, വരാറുള്ളത്. ആൾക്കാർ മാറിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നവരിൽ 10-40% ഇപ്രാവശ്യം ഉണ്ടാവും, പിന്നെ 10-60% പുതിയ ആൾക്കാരുണ്ടാവും. ഇത്രയും ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, ഏത് കാര്യം ആരംഭിക്കുമ്പോഴും ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, സ്റ്റാർട്ട് വിത്ത് എ ബിഗ് ബാങ്. അതൊക്കെ ശരിയാണ്. വലിയ ഒച്ചപ്പാടോടുകൂടി പലതും തുടങ്ങാൻ സാധിക്കും, നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന് ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ, എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. അതായത് തുടങ്ങിയാൽ മാത്രം പോരാ, നിലനിർത്തണം, നിരന്തരം ഉയരണം, വളരണം. ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്കും, ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്കും. ഓരോ കാര്യത്തിനും ഓരോ ഇൻചാർജ് ഉണ്ടാവണം. എല്ലാവരും ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ് ഉണ്ടാവണം. നിങ്ങൾ സ്ഥാപിക്കുന്ന സംഘടനയിലും അത് ഉണ്ടാവണം, പ്രസ്ഥാനത്തിലും അത് ഉണ്ടാവണം. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം, തിരുത്താനുള്ള മനസ്സാക്ഷി ഉണ്ടാവണം. ലീഡർ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് സർവന്റ് ഇൻ ദ വേൾഡ് ഈസ് കോൾഡ് ദ ലീഡർ എന്ന് സ്വാമി വിവേകാനന്ദൻ ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്. ദോസ് ഹു ക്യാൻ ഫോളോ ഓൺലി ഹി ക്യാൻ ബിക്കം ദ ലീഡർ. ഫോളോവർ ആവാൻ സാധിക്കുന്ന ആൾക്ക് മാത്രമേ ലീഡർ ആവാൻ സാധിക്കുള്ളൂ. ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ നിയമമാണത്. അങ്ങനെ എല്ലാം കൊണ്ടുപോകുമ്പോഴാണ് നമുക്കൊരു സ്ഥാപനം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഇന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന് വോളണ്ടിയേഴ്സായിട്ട് ഒരു 100-100ഓളം പേരുണ്ട്.
ഫ്രീ ആയിട്ട് പ്രവർത്തിക്കുന്ന, സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്ന 100-100ഓളം പേരുണ്ട്. പെയ്ഡ് ഓണറേറിയ കൊടുക്കുന്ന സ്റ്റാഫ് 10-70ഓളം പേരുണ്ട്. വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ട്രസ്റ്റിലേക്ക് പുതിയ ആൾക്കാരെ ചേർക്കുന്നുണ്ട്, യങ് ബ്ലഡിനെ. ഒരു ഗോപാലകൃഷ്ണൻ മരിച്ചാലും ഈ സ്ഥാപനം ഇതേപോലെ പോകണം. ഒരു വ്യക്തിയെ ആധാരമാക്കിയിട്ടല്ല ഒരു സ്ഥാപനവും ഒരു പ്രസ്ഥാനവും നിൽക്കേണ്ടത്. ആ വ്യക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വ്യക്തിയെ സാക്ഷി നിർത്തിയിട്ട് മറ്റുള്ളവർക്കത് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഫെയിലിയർ മാനേജ്മെന്റ് എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയാറുള്ളത് ഭരതൻ ശ്രീരാമനോട് പറഞ്ഞതാണ്. ഞാൻ ഈ രാഷ്ട്രം 14 വർഷം ഭരിക്കുമ്പോൾ ആ രാഷ്ട്രത്തിലുണ്ടാവുന്ന നേട്ടങ്ങളെല്ലാം അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കോട്ടങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഫെയിലിയർ മാനേജ്മെന്റ്, കുഴപ്പങ്ങളുടെയും പരാജയത്തിന്റെയും ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാം. വിജയത്തിന്റെയും നേട്ടങ്ങളുടെയും ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് കൊടുക്കാം. ഇത് സ്ഥാപിച്ച വ്യക്തിയോ തുടങ്ങിയ വ്യക്തിയോ ആവശ്യമില്ലാതെ അവനവനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാം. അത്യാവശ്യമുള്ള സ്ഥലത്ത് ഇറ്റ് ഈസ് ഓക്കെ. അല്ലെങ്കിൽ പ്രവർത്തകര് അവരെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. ഈ തീർത്ഥവാദ മണ്ഡപത്തിൽ 20 വർഷം പ്രഭാഷണത്തിന്റെ തികയുന്ന ദിവസം അഭിമാനത്തോടുകൂടി പറയുന്നു, തുടങ്ങിയതിൽ കാര്യമായിട്ട് ഒന്നും പരാജയപ്പെട്ടിട്ടില്ല. വളരെ ശ്രദ്ധയോടുകൂടിയാണ് തുടങ്ങാറുള്ളത്. 1, 2, 3 കാര്യങ്ങൾ തുടരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിൽ ഒന്ന് മാഗസിൻ. മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള മാഗസിൻ തുടർന്നു പോകാൻ സാധിച്ചില്ല. കാരണം വായിക്കുന്നവരില്ലായിരുന്നു. അത് കറക്റ്റ് ഒരു പർട്ടിക്കുലർ ദിവസം പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ പോസ്റ്റൽ കൺസെഷൻ കിട്ടുള്ളൂ. അത് ബുദ്ധിമുട്ടായിരുന്നു. മറ്റനവധി ഉത്തരവാദിത്തങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ മാസവും 2 പുസ്തകങ്ങൾ കറക്റ്റ് ഒരു ഡേറ്റിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ഓഫീസിൽ എത്തിക്കുക ബുദ്ധിമുട്ടായതുകൊണ്ട് നിർത്തി. പകരം ഷീറ്റുകൾ ഇറക്കി. പിന്നെ ഒരു കോളേജ് സ്ഥാപിക്കണമെന്നുണ്ടായിരുന്നു. ഗവൺമെന്റിൽ നിന്ന് ബുദ്ധിമുട്ട്, ലാൻഡിന്റെ പരിമിതി അങ്ങനെയുള്ളത് കൊണ്ട് അവിടേക്ക് എത്തിയില്ല. പക്ഷെ നല്ലൊരു സ്കൂൾ സ്ഥാപിക്കാനും, കമ്പ്യൂട്ടർ കോളേജ് സ്ഥാപിക്കാനും, വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ സ്ഥാപിക്കാനും, ടൈലറിംഗ് കോളേജ് ആൻഡ് എംബ്രോയിഡറി കോളേജ് സ്ഥാപിക്കാനും, നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പൈതൃകവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 20-25ഓളം വിഷയങ്ങളിൽ മറ്റൊരു സ്കൂളിലും ഇല്ലാത്ത വിധത്തിൽ ട്രെയിനിങ് കൊടുക്കാനും എല്ലാം സാധിച്ചു. തുടക്കം തീർത്ഥവാദ മണ്ഡപത്തിലെ പ്രഭാഷണമായിരുന്നു. ആ പ്രഭാഷണത്തിന്റെ 20ാം വാർഷികം ഇന്ന് നടക്കുമ്പോൾ അതിൻ്റെ സ്മരണ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരാൻ വേണ്ടി സഹായിച്ച എത്രയോ വ്യക്തികളുണ്ട്. ഇപ്രാവശ്യം അമേരിക്കയിലുള്ള യാത്രയിൽ കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയും ഒരാളോട് കൈനീട്ടിയിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. ധാരാളം വ്യക്തികൾ സപ്പോർട്ട് ചെയ്തു. ഇന്നലെ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരാളൊരു കത്തെഴുതിയിരുന്നു. എന്നെ ഈ നിലവാരത്തിൽ എത്തിച്ചത് അങ്ങയുടെ പ്രഭാഷണങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ എമൗണ്ട് ഒരു ചെക്കിൽ അയച്ചിട്ടുണ്ട്. അത്ഭുതം തോന്നി. കാണാത്ത വ്യക്തി, നേരിട്ട് പരിചയപ്പെടാത്ത വ്യക്തി, അദ്ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെ ഒരംശം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരാൻ വേണ്ടിയിട്ട് തരാനുള്ള മനസ്സ്. അങ്ങനെ ആ സഹായിച്ച എല്ലാവരുടെയും മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പറയുന്നു. പണ്ടും പറയാറുണ്ട്, ഇപ്പോഴും പറയുന്നു, നിങ്ങൾ സമർപ്പിക്കുന്ന വിയർപ്പിൻ്റെ ഒരു പൈസ പോലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും മിസ്യൂട്ടിലൈസ് ചെയ്യില്ല, മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യില്ല. സത്യസന്ധനായാൽ മാത്രം പോരാ, സത്യസന്ധനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. ധർമ്മബോധമുള്ളവനായാൽ മാത്രം പോരാ, ധർമ്മബോധമുള്ളവനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. അത് പറയാറുണ്ട്. ആത്മാർത്ഥതയുള്ളവനായാൽ മാത്രം പോരാ, ആത്മാർത്ഥതയുള്ളവനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതിന് തീർത്ഥവാദ മണ്ഡപത്തിൽ ഇന്നലെ തന്നെ വന്നവരിൽ ധാരാളം പേര് ജൂലൈ മാസം 23-ാം തീയതി തൃശ്ശൂരിൽ പിതൃകർമ്മത്തിന് വരുന്നുണ്ടെന്ന് അറിയിച്ചു. ഇവിടെ പിതൃകർമ്മം നടത്തുന്ന ധാരാളം സ്ഥലമുണ്ട്. കോവളമുണ്ട്, ശംഖുമുഖമുണ്ട്, വർക്കല, പാപനാശം, കടൽ തീരമുണ്ട്,
ശ്രീരാമക്ഷേത്രമുണ്ട്, മറ്റ് പല ക്ഷേത്രങ്ങളിലും അമൃതാനന്ദമയുടെ മഠങ്ങളിലും എല്ലാം പിതൃകർമ്മമുണ്ട്. കർക്കട വാവുബലിയുണ്ട്. പക്ഷെ ഇവരെല്ലാം തൃശ്ശൂരിലേക്ക് കേച്ചേരിക്കടുത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് സെന്ററിന്റെ നാഷണൽ ഹെറിറ്റേജ് സെന്ററിലേക്ക് വരുന്നുണ്ടെന്ന് ഇന്നലെ അറിയിച്ചിരുന്നു. ഇന്നും പറയുന്നു, എന്നും പറയുന്നു, നമുക്ക് ധന്യമായിട്ട് ഈ നാടിൻ്റെയും ധർമ്മത്തിൻ്റെയും യജ്ഞം ഏറ്റെടുക്കാൻ ആവേശം നൽകിയവരെ സ്മരിക്കാം. അവരുടെ മുമ്പിൽ പ്രണമിക്കുന്നു. അവരുടെ ഉറച്ച അനുഗ്രഹവും സപ്പോർട്ടും കൊണ്ടുമാണ് 10 ഏക്കർ സ്ഥലത്ത് ഇത്രയും അധികം സ്ഥാപനങ്ങളും എല്ലാം സാധിച്ചത്. കാവി ഉടുത്തുകൊണ്ട് നടക്കുന്ന, രുദ്രാക്ഷമിട്ട് നടക്കുന്ന ഒരു ഗോപാലകൃഷ്ണനോ ഗോപാലകൃഷ്ണന്റെ കൂട്ടത്തിലുള്ള പ്രവർത്തകരോ അല്ല. ഷർട്ട് ഇൻസർട്ട് ചെയ്തിട്ട് വിദേശ രാജ്യത്തിലേക്ക് പോകുമ്പോൾ ഷൂസ് ഇട്ട് മോഡേൺ ആയിട്ടുള്ള എല്ലാ ജീവിത ശൈലിയും നിലനിർത്തുന്ന വ്യക്തികൾ ആത്മീയത കൂടി ചേർത്ത് സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ചെയ്താലും ഉണ്ടാക്കിയാലും വളർത്തിയാലും വളരും എന്നുള്ളതിന് തെളിവ് നിങ്ങളെല്ലാമാണ് നൽകിയത് എന്ന് ഈ ജൂലൈ മാസം 18-ാം തീയതി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.